അങ്ങനെ ഒരു ഫെസ്റ്റീവ് സീസണാണ് ഇപ്പോൾ കഴിഞ്ഞത്. സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് മൂവി റിലീസ് ഉണ്ടായിരുന്നു. ആൻഡ് ARM, കിഷ്കിണ്ടാവണ്ണം പോലുള്ള മൂവീസൊക്കെ വൻ അഭിപ്രായങ്ങൾ നേടി മുന്നേറി. സോ ഈ ഒരു മാസത്തേക്ക്, അതായത് ഒക്ടോബർ മാസത്തേക്ക് ചില പ്രതീക്ഷകളുള്ള കുറച്ച് മൂവീസ് ഉണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ തിയേറ്ററിൽ എനിക്ക് പോയി കാണണം എന്നുള്ള ഒരു ഇമ്പാക്ട് ഉള്ള മൂവീസാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എല്ലാ മൂവീസിന്റെ ഒരു ലിസ്റ്റ് അല്ല സോർട്ട് ഔട്ട് ചെയ്യുന്നത്. സോ ഒക്ടോബറിൽ ഞാൻ പേഴ്സണലി അവൈറ്റ് ചെയ്യുന്ന കുറച്ച് മൂവീസ് ഉണ്ട്. ആൻഡ് അത് മിക്കവാറും തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പറയാനുള്ളത് ഒക്ടോബർ 3 റിലീസ് ചെയ്യുന്ന ബറോസിനെ കുറിച്ചാണ്. ബറോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന്റെ മെയിൻ ഹൈപ്പ് എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഡയറക്ട് ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്ന മൂവിയാണ് ബറോസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും എന്റെ റിലീസ് ഡേറ്റ് അത്ര കൺഫേംഡ് ഒന്നും അല്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇതുവരെ ഒരു പ്രൊമോഷൻ മെറ്റീരിയൽസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് എനിക്കറിയത്തില്ല ഇനിയിപ്പോ അത് പോസ്റ്റ്പോൺ ചെയ്യാനാണ് എനിക്ക് കൂടുതലും ചാൻസസ് തോന്നുന്നത്. കാരണം ഇത്രയും ലേറ്റായി. ഇപ്പൊ ഇന്ന് തന്നെ സെപ്റ്റംബർ 30, നാളെ ഒക്ടോബർ 1. സോ ഇത്രയും ദിവസമായിട്ട് എന്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഒഫീഷ്യലി എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് വന്നില്ല. ലാലേട്ടൻ ഇതിനു മുമ്പ് ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അത് മാത്രമാണ് ഈ ഒരു പടത്തിന് അവർ കൊടുത്തൊരു പ്രൊമോഷൻ. ഇതുവരെ ഒരു പ്രൊമോഷൻ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒക്ടോബർ 3 അത് റിലീസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. അടുത്തതായിട്ട് പറയുന്നത് തെക്ക് വടക്ക് എന്ന് പറയുന്ന മൂവിയാണ്. ഒക്ടോബർ 4 ഇത് റിലീസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു മൂവിക്ക് എനിക്ക് പേഴ്സണലി ഒരു ഹൈപ്പും ഇല്ലായിരുന്നു അണ്ടിൽ അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ. എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിയില്ല. ലൈക് വിനായകനും സുരാജ് വെഞ്ഞാറമൂടി ഇവർ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ ആണ്. ഒബ്വിയസ്ലി നല്ല കോമഡിക്കും അത്യാവശ്യം ആക്ടിങ് സ്കിൽസും അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. സോ എനിക്ക് പേഴ്സണലി അതൊരു പ്രതീക്ഷയുള്ള ഒരു പടമായിട്ടാണ് തോന്നുന്നത്. എന്റെ ട്രെയിലറും ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ARM കാണാൻ പോയപ്പോൾ അവിടെ PVR ഇട്ടിരുന്ന ഒരു ട്രെയിലറാണ് ഇതിൻ്റെത്, തെക്ക് വടക്ക്. സോ അപ്പോൾ ഒരു കുറച്ച് കൊള്ളാലോ, ഒരു ഇംപ്രസ്ഡ് ആയിട്ട് അതിന്റെ സ്കോറൊക്കെ നൈസായിരുന്നു. സോ അതൊരു തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമായിട്ട് തോന്നി. സോ അതാണ് ഈ ഒരു ലിസ്റ്റിൽ അതിനെ ഉൾപ്പെടുത്തിയത്. അടുത്തതായിട്ട് പറയുന്നതാണ് ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ് അവൈറ്റഡ്, ഞാൻ ഏറ്റവും കൂടുതൽ അവൈറ്റ് ചെയ്യുന്ന ഒരു പടമാണ് ബൊഗെയിൻവില്ല. ലൈക്ക് ഇതൊരു ഇതിന്റെ കാസ്റ്റ് കൊണ്ടായാലും ഇതിന്റെ ഡയറക്ടർ ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അതിന്റെ ഇപ്പോഴത്തെ ആ ഒരു സോങ് മെറ്റീരിയൽസ് ഒക്കെ പുറത്ത് വിട്ട് വന്നിരുന്നു. സുഷിന്റെ സ്കോർ ഒരു രക്ഷയില്ല. ബട്ട് സ്റ്റിൽ ഒരു സ്തുതി എന്ന് പറഞ്ഞ ഒരു ലിറിക്കൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നൈസ് ആയിരുന്നു. അതിന്റെ ഡാൻസ് ആയാലും കൊറിയോഗ്രഫി എല്ലാം ഒരു വേറൊരു ടോൺ പിടിച്ചിട്ടുണ്ട് പടം മൊത്തത്തിൽ തന്നെ. ബട്ട് ബൊഗെയിൻവില്ല എന്ന് പറയുന്ന ആ ഒരു മൂവി ആയാലും അതിന്റെ എന്താണ് അതിന്റെ തീം എന്നും ഇതുവരെ ഒരു ഐഡിയ നിന്നിട്ടില്ല. ട്രെയിലറും ടീസറും ഒക്കെ വരാനുണ്ട്. സോ ഒക്ടോബർ 10 അതിന്റെ റിലീസ്. ഡേറ്റും ടൈമും ഉണ്ട്. അത്ര അവർക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ പയ്യെ ഓരോന്നായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് അവൈറ്റഡ് ഒക്ടോബറിലെ ബൊഗെയിൻവില്ലയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവൈറ്റ് ചെയ്യുന്ന ഒരു പടം. അടുത്തായിട്ട് വരുന്ന മാർക്കോ ആണ്. മാർക്കോ ഒക്ടോബർ 13 റിലീസ് ആവുന്നത്. ഉണ്ണിമൂന്തന്റെ പടമാണ്. ആൻഡ് ഈ ഒരു മാർക്കോ എന്ന് പറയുന്നത് നമ്മുടെ മിഖായിലില്ലേ, അതിന്റെ ഒരു സ്പിൻ ഓഫ് പോലെ എന്നൊക്കെയാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതിന്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ നൈസ് ആയിരുന്നു. ഉണ്ണിമൂന്നിന്റെ ഗെറ്റപ്പ് ഒക്കെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. സോ എനിക്കറിയില്ല, എന്തായാലും അതിന്റെ ഒരു പ്രൊമോഷനോ ഒരു മെറ്റീരിയൽസോ വന്നിട്ടില്ല ഇതുവരെ. ബട്ട് സ്റ്റിൽ ഒക്ടോബർ 13 റിലീസ് ആവുമെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ മോളിവുഡ് ഒഴിച്ചു നിർത്തിയാൽ അല്ലാതെ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന 2 പടമാണ് എനിക്ക് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ജോക്കറിന്റെ സെക്കൻഡ് പാർട്ടാണ്. ആക്ച്വലി അത് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ല. ബട്ട് സ്റ്റിൽ അതിന്റെ ട്രെയിലർ ഒക്കെ നൈസ് ആയിരുന്നു. പക്ഷെ എന്തോ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഒരു ജോക്കറിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇതിൽ പോകരുത് എന്നാണ് എനിക്ക് തോന്നിയത് അത് കണ്ടപ്പോൾ. എനിവേ അതൊരു വേറൊരു ജോണർ ആയിരിക്കാനുള്ള ചാൻസസും ഹൈ ആണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിവേ ജോക്കർ 2 എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി വേറെ ലെവൽ തന്നെയായിരുന്നു. ഒരു പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തു. അതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലായിട്ട് തോന്നി. അടുത്തത് 25 ഒക്ടോബർ റിലീസ് ചെയ്യുന്ന വെനമിന്റെ 3rd പാർട്ട്, ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്നത്. ഇത് ലൈക്ക് എന്താ പറയാ, അതൊരു അവൈറ്റഡ് മൂവിയാണ്. മച്ച് അവൈറ്റഡ് ആണ്. ഈ ഒരു വർഷത്തിൽ 2024 ഒരു അവൈറ്റഡ് മൂവിയാണ് വെനമിന്റെ 3rd പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് അതിന് കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമല്ലോ. ലൈക്ക് അതൊക്കെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആയിരിക്കാം. ലെറ്റ്സ് വെയിറ്റ്. സോ ഇത്രയും മൂവീസ് ആണ് എനിക്ക് പേഴ്സണലി ഒക്ടോബറിൽ ഞാൻ കട്ടയ്ക്ക് അവൈറ്റ് ചെയ്തിരിക്കുന്ന മൂവീസ്. പിന്നെ റിലീസ് ഡേറ്റ് കൺഫേംഡ് ആണ്. ഇപ്പൊ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന നസ്രയും ബേസിലൊക്കെ ഉള്ള അതിന്റെ ഒരു മോഷൻ പോസ്റ്റർ ഒക്കെ നൈസ് ആയിരുന്നു. ഒരു ഉടുമ്പിനൊക്കെ വെച്ചിട്ടുള്ള നൈസ് സാധനമായിരുന്നു. പക്ഷെ അതിന്റെ ഒക്ടോബർ 19 പറയുന്നു. ഇതുവരെ വേറെ ഒഫീഷ്യലി ഒരു സൈറ്റിലും വന്നിട്ടില്ല അതിന്റെ റിലീസ് ഡേറ്റ്. ആൻഡ് ഇപ്പൊ ബറോസിന്റെ കാര്യമില്ല, അതും ഒഫീഷ്യലി 3rd of October എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവർ കൺഫേംഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയാസിൽ നിന്നും വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ ലഭിച്ച ഇൻഫർമേഷൻ ആണ് ഞാൻ ഗ്യാദർ ചെയ്തത് പറയുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ഏത് പടത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായും കമന്റ് ചെയ്യുമല്ലോ. ബൈ.